ചെറുപ്പമായിട്ടിരിക്കണം, യൗവനത്തോടു കൂടിയിരിക്കണം, എന്നാൽ അതിനുവേണ്ടി അധിക പൈസയൊന്നും മുടക്കാനും തയ്യാറല്ല. ഇങ്ങനെ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്സ്പെൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സോ പ്രൊഡക്ട്സോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ ചെറുപ്പത്തോടെ ഇരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലാദ്യത്തേത് ഭക്ഷണശീലങ്ങളാണ്. മനുഷ്യൻ്റെ ബേസിക് നീഡ്സിൽ പെടുന്ന കാര്യങ്ങളാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭക്ഷണ രീതിയും ഭക്ഷണശീലങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരു 25 കിലോ വെയിറ്റുള്ള ഒരാൾ 2 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ വേണം വെള്ളം കുടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വളരെ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പാക്കുക. നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അത്ര അളവിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല തിളക്കമുള്ളതാവുകയും നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. അത് ദഹനം മെച്ചപ്പെടുത്തുവാനും അമിത ഭക്ഷണം ഒഴിവാക്കുവാനും ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യവും നിങ്ങൾ മറന്നു പോകരുത്. ശരീരത്തിൻ്റെ മെറ്റബോളിസം നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ രാത്രി 8 മണിക്ക് ശേഷം ഭക്ഷണം ഒഴിവാക്കുക. നല്ല ദഹനത്തിനും ഉറക്കത്തിനും അത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളുമൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. ഇത് ആൻറ്റി ഓക്സിഡൻസ് വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അടുത്തത് വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളുമാണ്. കൃത്യമായിട്ട് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കുക. ദിവസവും നടക്കുക എന്നത് വളരെ നല്ലൊരു വ്യായാമമാണ്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ ശ്വസന വ്യായാമങ്ങൾ ചെയ്യുക. ഇതും വളരെയധികം നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ നടന്നു തന്നെ പോവുക. ലിഫ്റ്റൊക്കെ അധികം ഉപയോഗിക്കാതെ ഇരിക്കുക. സ്റ്റെപ്സ് കയറി തന്നെ പോവുക. ഇതൊക്കെ നമ്മുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുത്തുവാനും നമ്മുടെ ശരീരഭാരം കുറയ്ക്കുവാനും വളരെയധികം സഹായിക്കുന്നതാണ്. മറ്റൊന്ന് മാനസികാരോഗ്യമാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇതൊക്കെ മനസ്സിനെ ശാന്തമായിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. എല്ലായ്പ്പോഴും നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കണമെന്നൊന്നുമില്ല. പക്ഷേ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ നല്ല പോലെ ചിരിക്കുക. ചിരി മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണല്ലോ പറയുന്നത്. ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തെയും ഒരു പുഞ്ചിരിയോടെ നേരിടാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരുന്നതും പാടുകൾ വരുന്നതും പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകുന്നതും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മറിച്ച് നമ്മൾ സ്ട്രെസ്ഫുൾ ആണ് എങ്കിൽ അത് നമ്മുടെ മുഖത്ത് വളരെ വ്യക്തമായിട്ട് പ്രകടമാകും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മുഖം പ്രസന്നമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ഉറക്കവും വിശ്രമവുമാണ്. ഒരു ദിവസം ഒരു 7-8 മണിക്കൂറെങ്കിലും നമ്മുടെ ശരീരത്തിന് ഉറക്കം അനിവാര്യമാണ്. അതുപോലെ തന്നെ ഉച്ച സമയങ്ങളിൽ ഒരു 20 മിനിറ്റ് വിശ്രമിക്കാനായിട്ട് എടുക്കുക. കൂടുതൽ ഊർജ്ജസ്വലമായിട്ടിരിക്കാനായിട്ട് അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. പിന്നെ സൂര്യോദയത്തിന് മുൻപായിട്ട് ഉണരുക. പണ്ടുള്ളവർ പറയും ബ്രഹ്മമുഹൂർത്തത്തിന് ഉണരണമെന്ന്, അല്ലേ? അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ഒരു ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിട്ടിരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ നേരത്തെ കിടന്നുറങ്ങി വളരെ നേരത്തെ തന്നെ ഉണരാനായിട്ട് ശ്രമിക്കുക. അടുത്തത് നമ്മുടെ ദിനചര്യയും ശീലങ്ങളുമാണ്. എല്ലാ ദിവസവും കുളിക്കുക. വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രാവിലെ ഒരു 15 മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുക. വിറ്റാമിൻ ഡി ലഭിക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ഫോൺ, TV എന്നിവയുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക. എന്നിട്ട് പുസ്തകങ്ങൾ വായിക്കുക. നല്ല നല്ല ഹോബീസൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്തത് സാമൂഹിക ബന്ധങ്ങളാണ്. സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കുടുംബവുമായിട്ടുള്ള നല്ല ബന്ധം, സുഹൃത്തുക്കളുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുക. അങ്ങനെ ഏറ്റവും സജീവമായിട്ട് നിലനിൽക്കാനും നിലകൊള്ളുവാനും നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിനും തന്നെ ഒരു അർത്ഥമുള്ളതാക്കി തീർക്കാൻ സഹായിക്കുന്നതാണ്.
പിന്നെ എല്ലായ്പ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക, അത് അച്ചീവ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മളെ മുൻപോട്ട് വളരെ എനർജറ്റിക്കായിട്ട് മുൻപോട്ട് പോകാനും നമ്മളെ യുവത്വത്തോടെ ഇരിക്കാനും സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങളെ കാഴ്ചയിൽ തന്നെ, നിങ്ങളുടെ രൂപത്തിൽ തന്നെ നിങ്ങൾ മാറിയിരിക്കും. ഇന്ന് കണ്ട നിങ്ങളായിരിക്കില്ല അടുത്ത ദിവസം നിങ്ങളെ കാണുമ്പോൾ. നിങ്ങളുടെ രൂപത്തിലും നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ജീവിതത്തിലും തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇതൊന്നും തന്നെ പൈസ മുടക്കേണ്ട കാര്യങ്ങളല്ല. നമ്മുടെ ജീവിതത്തിലെ കുറച്ച് ശീലങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രം മതിയാകും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾ യുവത്വത്തോടെയും ചെറുപ്പത്തോടെയും വളരെ എനർജറ്റിക്കായിട്ടും നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.